നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗംഭീരായിട്ടില്ലേ? മോൾക്ക് അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ പറയണം. உயிரோடு உயிராக நீ இருந்தாய். தூரங்கள் தூரே தூரே நாம் என்னும் சாரே சாரே. தூரங்கள் தூரே தூரே நாம் என்னும் சாരേ ചാരേ. മനസ്സിനുള്ളിൽ എൻ്റെ മനസ്സിനുള്ളിൽ മണിമഴവില്ലായെന്നോ വന്നവളെ. എന്നിലെ എന്നെ അറിയുമൊരാളായി, എന്നിലെ എന്നെ അറിയുമൊരാളായി നിന്നവളല്ലേ നീ അഴകേ, നിന്നവളല്ലേ നീ അഴകേ. മൈഥിലി, മോളെ മോളെ മൈഥിലി, മോളെ മോളെ മൈദു, മൈഥിലി മോളെ. ആ ഓ എന്തൊരു വെയിറ്റ്. എന്താ ചേട്ടാ? വന്നേ വന്നേ, ദേ കണി കാണാൻ എന്റെ മോള് ചോദിച്ചതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇതേണ്ടേ, ആ കണി കാണാൻ സ്വർണ്ണവർണ്ണ പൂവ്, നല്ല പഴം, പൈനാപ്പിള്, പിന്നെ വെള്ളരി, ചക്ക, ആഹാ മത്ത, ദേ മാങ്ങ. പിന്നെ ഇത് മാത്രമല്ല, ദേ കണ്ട നല്ല അടിപൊളി കൃഷ്ണൻ. ഒന്നിനും ഒരു കുറവും വരുത്തണ്ടെന്ന് വെച്ചു. ഇക്കുറി നമുക്ക് രണ്ടാൾക്കും കൂടി വിഷു അടിച്ച് പൊളിക്കണം. എന്തോ മോളെ കണ്ണും വിളിച്ച് നോക്കി നിൽക്കുന്നേ, ഇതൊക്കെ കാണുന്നില്ലേ? ഇനി മോള് പോയി പെട്ടെന്ന് കുളിച്ചേ, എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി കണിയൊരുക്കണം. വന്നേ, വാ വാടാ കുട്ടാ. ചേച്ചി, ഇതിങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. നമുക്ക് ഒരുക്കണം കണി. അവന്റെ അഹങ്കാരം കണ്ടില്ലേ?
ഈ പാതിരാത്രിയില് നമ്മൾ എവിടെ പോയി ഈ സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കും? നടക്കുന്ന കാര്യം വല്ലതും നീ പറ. നടത്തിയേ പറ്റൂ. അങ്ങനെ ഇപ്പൊ അവര് മാത്രം ആള് കളിക്കണ്ട. വിഷു അവന്റെയും അവന്റെ അച്ഛയുടെയും ജന്മാവകാശമൊന്നുമല്ല. അത് മൊത്തം മലയാളികൾക്കും കൂടി ഉള്ളതാ. അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ കണിയൊരുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടല്ലേ ഞാൻ പറഞ്ഞോളൂ. അടുത്ത വർഷാവട്ടെ, നമുക്ക് ഗംഭീരമാക്കാം. പോരാ, ഈ വർഷം തന്നെ ഗംഭീരമാക്കണം. ഈ അജേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ ദുരിതങ്ങൾക്കിടയിൽ വേണം വിഷു ആഘോഷം. ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനതൊക്കെ ചെയ്യുന്നത്. എടി, ഈ സമയം വേണം നമ്മൾ ഷോ ഓഫ് കാണിക്കാൻ. നമുക്ക് പഴയതിനേക്കാൾ ഗംഭീരമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കണം. മനുഷ്യനായ ബുദ്ധി വേണം, ബുദ്ധി. എന്തോ മനസ്സുകൊണ്ട് ഇതുമായി പൊരുത്തപ്പെടാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പറ്റണം. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും വലിയ ഉത്സവമാക്കണം. അജേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആഘോഷത്തിന് പറ്റിയ മാനസിക അവസ്ഥയിലല്ല ഞാൻ. എങ്കിൽ പിന്നെ എന്റെ മോൾ എവിടെയും പോയിരുന്നു കരഞ്ഞു. എന്നിട്ട് ആ കാവേരി നന്ദിനും കൂടി നമ്മളെടുത്ത് കൊടുക്കട്ടെ. അതോടെ തീരുമല്ലോ നിന്റെ അസുഖം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിഷു ആയിരിക്കും ഈ വർഷം. ഇങ്ങനൊന്ന് കരയാതെ പോയി കുളിച്ചിട്ട് വേഷം മാറുക. നമുക്ക് കണിയൊരുക്കണ്ടേ? ചെല്ല്. ചെല്ലടാ, പോ. മിടുക്കിയായിട്ട് വാ. ദേ, അതൊന്നും എനിക്ക് കേൾക്കണ്ട. അവരെക്കാൾ ഗംഭീരമായിട്ട് എനിക്ക് വിഷു ആഘോഷിക്കണം. ഇടി, അതീ പാതിരാത്രി പറഞ്ഞ ഞാൻ ഇവിടെ പോയി സാധനങ്ങൾ സംഘടിപ്പിക്കും. അതൊന്നും എന്റെ വിഷയമല്ല. നിങ്ങൾ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ. അവളുടെ മുമ്പിൽ എനിക്കും കാവേരി ചേച്ചിക്കും അങ്ങനെ ചെറുതാവാൻ പറ്റത്തില്ല. ഇടി, അവരേതായാലും കണി ഒരുക്കുന്നുണ്ടല്ലോ, നമുക്കും അവിടെ പോയി തൊഴുതാ പോരെ? നാണമില്ലേ ചന്ദ്രേട്ടൻ ഇങ്ങനെ പറയാൻ? അവൾ ഒരുക്കുന്ന കണി കണ്ട് ഞാൻ ഉണരാനോ? അതിലും ഭേദം പോയി കെട്ടി തൂങ്ങി ചാവുന്നതാ. ഞാൻ അവനെ ഒന്ന് ഗുണദോഷിച്ചപ്പോഴേ അവൻ ഇവിടെ കിടന്ന് എന്തൊരു ബഹളമായിരുന്നു. പിന്നെയാണോ അവരുടെ കണി നമ്മൾ കാണാൻ പോകുന്നേ? ഇവിടെയെല്ലാം ഇപ്പൊ രണ്ടല്ലേ? രണ്ടടുക്കള, രണ്ട് മനസ്സ്, രണ്ട് അഭിപ്രായങ്ങളും. പിന്നെ എന്തിനാ ഇതിന് മാത്രം ഒരു കുറവുണ്ടാക്കുന്നത്? രണ്ട് കണി തന്നെ വേണം. ഇനി ആരെ കൊന്നിട്ടായാലും ചന്ദ്രേട്ടൻ അതിനുള്ള സാധനങ്ങൾ സംഘടിപ്പിച്ച് തന്നേ പറ്റൂ. നീ എങ്ങോട്ടാ? ആതിരക്കുട്ടി ഒന്ന് കാണാൻ. എടാ, എന്റെ അനുവാദം ഇല്ലാതെ അവളെ കാണാൻ വരരുതെന്ന് പറഞ്ഞല്ലോടാ. നാളെ വിഷു അല്ലേ അണ്ണ? അതിന് എനിക്ക് അവളൊന്ന് കണ്ടാൽ മാത്രം മതി.